സോറി വിദ്യ, വിദ്യക്കിനി പഴയതുപോലെ ഡാൻസ് ചെയ്യാനാവില്ല. വിദ്യയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ആരൊക്കെ താഴോട്ട് തളർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയൊരു റിക്കവറി പ്രതീക്ഷിക്കേണ്ട. അമ്മേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്നെ കൊണ്ട് നന്നായിട്ട് ഡാൻസ് കളിക്കാൻ പറ്റുമോ അമ്മേ? അതിനെന്താ മോളെ, ഞാൻ നിനക്ക് പറഞ്ഞു തരാലോ. അതെങ്ങനെ പറ്റുമോ അമ്മേ? അമ്മയ്ക്ക് കാലില്ലല്ലോ. മോളെ, അമ്മ പറഞ്ഞതുപോലെ എല്ലാം ശ്രദ്ധിച്ച് ചെയ്യണേ. ഇല്ല, എന്നെ കൊണ്ട് കഴിയാത്തത് എൻ്റെ മകളിലൂടെ ഞാൻ നേടിയെടുക്കും. അമ്മേ, ഇത് കണ്ടോ? അമ്മേ, 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 അമ്മേ. മോളെ, ഓക്കെ, അപ്പോൾ ദാ നമ്മൾ ശ്വേതാജി പറഞ്ഞത് കേട്ട് ഒരു ഗംഭീര പ്രകടനവുമായി വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ശ്വേതാജിയോട് ചോദിക്കാം അല്ലേ? യെസ് വിദ്യ, വേദിക എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. വിദ്യ, ഇതാണ് ഞാൻ പറഞ്ഞത്, ചാൻസ് മിസ് ചെയ്യരുത്. ചാൻസ് നമുക്ക് ജീവിതത്തിൽ ഒരു 1-2 പ്രാവശ്യം കിട്ടാറുള്ളൂ. നന്നായി പെർഫോം ചെയ്തു, ഡാൻസ് ഉണ്ടായിരുന്നു. സത്യം പറയണം, ബിക്കോസ് ഡാൻസ് നിന്നിട്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഡാൻസ് എന്ന് പറഞ്ഞാൽ ഫ്രം ഹെഡ് ടു ടോ നമുക്ക് ഡാൻസ് ചെയ്യാം, വെറുതെ ഇരുന്നിട്ട് ഡാൻസ് ചെയ്യാം. ആൻഡ് ടുഡേ ഐ ഫെൽറ്റ് ദാറ്റ് യു റിയലി വർക്ക്ഡ് ഹാർഡ്. നമ്മളല്ലേ ഹാർഡ് വർക്ക് ചെയ്തിട്ട് യു വർക്ക്ഡ് ഹാർഡ് ആൻഡ് യു ഡാൻസ്ഡ് ഹിയർ. ഒബ്വിയസ്ലി നിങ്ങളുടെ സ്റ്റോറി എല്ലാവർക്കും മനസ്സിലായി. സ്റ്റോറി ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. പക്ഷെ ഡ്രാമേൻ്റെ ഒരു എലിമെൻറ്റ് കുറവായിരുന്നു. അത് കറക്റ്റാണ്, ഡ്രാമ കുറച്ച് കുറവായിരുന്നു. പക്ഷെ അതർവൈസ് ഒരു ഹോൾസം പെർഫോമൻസ് ആയിരുന്നു. കുറച്ച് പോസിറ്റീവ്. എന്തിനാണ് ചാവാൻ പോയത് എൻഡില്? എന്തെങ്കിലും എനിക്ക് ചെയ്യണ്ടേ? അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ എപ്പോഴും വീൽ ചെയറിൽ, ഞാൻ എപ്പോഴും വിഷ്ണുവോട് പറയുമായിരുന്നു എനിക്ക് വീൽ ചെയറിൽ വെറുതെ അല്ല, ഞാൻ നിങ്ങൾ ഏരിയൽ ഡാൻസ് എല്ലാം ചെയ്യും. ഏരിയൽ ചെയ്യുന്നാ മതി. സ്റ്റോറി ലൈനിൽ എന്റെ അരയ്ക്ക് കീഴ്പോട്ട് താഴ്ന്നു കിടക്കുവാണ്. എനിക്ക് അതൊന്നും അല്ല, അങ്ങനെയല്ല. ഞാൻ വിചാരിച്ചു കപ്പുമായിട്ട് വരുമ്പോ അമ്മയും മകളും ഹാപ്പിനെസ്സിൽ ഇങ്ങനെ അതിലിങ്ങനെ പൊങ്ങിയോ, അത് ചെയ്തുകൂടായിരുന്നോ? ഉടനെ പോയി മരിച്ചു. മോള് ഗിഫ്റ്റ് ആയിട്ട് എല്ലാവരും മരിക്കുക നെഗറ്റീവ്. സ്വാസു, നമ്മള് 2 സപ്പോർട്ടേഴ്സിനെ പരിചയപ്പെട്ടില്ലല്ലോ. അതെ, പറയൂ പേര് പറയൂ. ഓൾറെഡി നമ്മുടെ വേദിയിൽ വന്നിട്ടുണ്ട് ഷിനോജ്. അത് ആരാണ് ഷിനോജ്? പപ്പു. പപ്പു. പപ്പു ഇനി മറക്കില്ല. ഇനി പേര് പറഞ്ഞോളൂ. അത് രതി ചേച്ചി അല്ല, സോറി, ചന്ദ്രചൂഡൻ. ചന്ദ്രചൂഡ് ശിവ. ഓ, ഗംഭീരം. അപ്പൊ ചന്ദ്രചൂഡനും പപ്പും. അയ്യോ, ശരിക്കും ഫസ്റ്റ് പപ്പു പറ, അടിപൊളിയായിരിക്കും. ഓക്കെ, പപ്പുവും ചന്ദ്രചൂഡനും കൂടി നമ്മളുടെ 2 പെർഫോമേഴ്സിനെയും സപ്പോർട്ട് ചെയ്തതുകൊണ്ട് ഈ ആക്ട് കുറെ കൂടി മികച്ചതായി. അപ്പം നിങ്ങളുടെ
സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. വേദിക കുട്ടി നന്നായി ഡാൻസ് ചെയ്തിട്ടുണ്ടേ താങ്ക് യു. കേട്ടോ. മോള് നന്നായി ഡാൻസ് ചെയ്തു. മോള് നന്നായിട്ട് ആ ഒരു കണ്ടംപററി ഡാൻസ് ചെയ്തു. നന്നായിരുന്നു. ഞാൻ അമ്മയുടെ കാല് നോക്കണ്ടായിരുന്നു. എന്റെ അവസ്ഥ അതന്നെയാ. ശ്വേതാജിയുടെ കാല് വയ്യാതായി. അയ്യോ എന്ത് പറ്റി മാം? ഒന്നുമില്ല, വെറുതെ വിദ്യക്ക് ഇങ്ങനെ ആയപ്പോ എനിക്ക് തോന്നി ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്, ഗുഡ് ലക്ക്.